ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാനുള്ള ആഗ്രഹം, അതൊരു റീൽസ് കണ്ട് അങ്ങനെ തപ്പിപ്പിടിച്ച് വരികയാണ് ഈ ഹൗസ് ഓഫ് സോയ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തായിട്ട് ഈ സിൽക്ക് സ്ട്രീറ്റിലെ അവിടെ ഫലൂദ നേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഉള്ളിൽ അത്യാവശ്യം ഒരു 8 ടേബിളൊക്കെ ഉണ്ട് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം സൗകര്യമായിട്ടിരുന്ന് കഴിക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പാണ്. അങ്ങനെ മെനു കിട്ടി. അതിൽ നമ്മളൊരു സാലഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ആപ്പിൾ സോം ടാം എന്ന് പറഞ്ഞിട്ട് ഒരു സാലഡ്, ഒരു റോ പപ്പായ, ഗ്രീൻ ആപ്പിൾ, പിന്നെ എന്തോ ഒരു സോസ്, പിന്നെ അതിനകത്ത് കുറച്ച് പീനട്ടും കാഷ്യൂസും ഒക്കെ അങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഒരു ഹെൽത്തി ഓപ്ഷനാണ്. അങ്ങനെ അത് നമ്മൾ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിച്ചതിൻ്റെ പ്രഹസനമാണ് കണ്ടത്. നെക്സ്റ്റ് ഓർഡർ ചെയ്തത് ഒരു പാഡ് തായ് നൂഡിൽ വോക്ക് ടോസ്റ്റ് വിത്ത് ചില്ലി ടേമറിൻ സോസ്. അതിൽ തന്നെ നമുക്ക് ചിക്കൻ, പ്രോൺസ്, ബീഫ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് പ്രോൺസാണ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ആ സ്ലൈസ്ഡ് ടെൻഡർലോയിൻ ബീഫ് വിത്ത് കാഷ്യൂ, ബെൽ പെപ്പർ ആൻഡ് സ്പൈസി ചില്ലി സോസ്. അതും അടിപൊളിയായിരുന്നു. ആ ആദ്യത്തെ നൂഡിൽസിൽ നമുക്ക് കുറച്ച് കാഷ്യൂസും ക്രഷ് ചെയ്ത കാഷ്യൂസും കുറച്ച് ചില്ലി ഫ്ലേക്സും കിട്ടും. അത് അതിൻ്റെ മുകളിൽ മെല്ലെ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. നല്ലൊരു ബൈറ്റും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. 2 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. ഈ ബീഫും നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ അതിലത്തെ ക്യാപ്സിക്കൊക്കെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ട് ഓർഡർ ചെയ്തു, സ്റ്റിക്കി മാംഗോ റൈസ്. ഇതിൻ്റെ മുകളിലുള്ള ചെറി മോള് കൊണ്ടുപോയതാണ് കാണുന്നത്. അതിൻ്റെ ആ സോസില്ലേ, അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് പിന്നെ എന്താ ടപ്റ്റിംഗ് ഗ്രോബ് എന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങാപ്പാലിൽ എന്തൊക്കെയോ നല്ല ജെല്ലി പോലത്തെ സാധനം ഇട്ടിട്ട് 2 ഡെസേർട്ടും. കൂടുതൽ ഇഷ്ടമായത് ആ ടപ്റ്റിംഗ് ഗ്രോബ്. മറ്റേ സ്റ്റിക്കി മാംഗോ റൈസും അതിൻ്റെ ആ സോസ് ഭയങ്കര ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ നല്ല കുറുക്കിയെടുത്ത പോലത്തെ നല്ല ഫ്ലേവറുള്ളൊരു സാധനം. എന്തായാലും രസമായിരുന്നു. ഇത്രയൊക്കെ കഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2000-ന് അടുത്താണ് തോന്നുന്നു ബില്ല് വന്നത്.